ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രണയകഥയാണ്. ഏതോ ഒരുത്തിന്റെ ഭാര്യയും വേറെ ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താവും തമ്മിലുള്ള പ്രണയകഥ. അതായത് ചുരുക്കി പറഞ്ഞ അവിഹിതം. പല ഉപകാരമുള്ള കണ്ടുകൂടെ. നമ്മുടെ കഥയിലെ നായകനാണ് ദേവ്. ദേവ് ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അങ്ങനെ ഒരു ദിവസം ദേവ് ബൂമറും ചവച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അയാൾ ആദ്യമായി കല്യാണപ്പെണ്ണിന്റെ വേഷത്തിലിരിക്കുന്ന മായ എന്ന പെൺകുട്ടിയെ കാണുന്നത്. പിന്നെ അയാൾ അവിടെ കിടന്ന് മെഴുകുകയാണ്. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ, തൈയെങ്കിൽ തൈ. ഐ ആം പേർലാൽ. യുവർ സ്വീറ്റ് നെയിം പ്ലീസ്? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ദേവിന്റെ വെറുപ്പിക്കല് സഹിക്കാൻ വയ്യാതായപ്പോ മായ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വലിഞ്ഞു. വേറൊരുത്തിന്റെ ഭാര്യയാവാൻ പോണ പെണ്ണിനെയും സ്വപ്നം കണ്ട് മാനത്ത് നോക്കി നടന്ന ദേവിന്റെ കാലും അങ്ങനെ പോയി കിട്ടി. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അങ്ങനെ ദേവിന്റെ ഫുട്ബോൾ കരിയർ അവസാനിക്കുകയാണ്. ഈ ദേവിന് ഒരു മകനും ഭാര്യയൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ വായ നോക്കി നടക്കുന്നത്. ഇവരാണ് ദേവിന്റെ ഭാര്യ റിയ. ദേവിന് അയാളുടെ മകനെ കണ്ണെടുത്ത കണ്ടൂടാ. മകന്റെ കാര്യം നോക്കാനൊന്നും ദേവിന് സമയമില്ല. ആക്സിഡന്റ് ആയി പണി പോയതോടെ ദേവിന്റെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് അയാളുടെ ഭാര്യയാണ്. എന്നാ അവരുടെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കാൻ പോലും ദേവ് ശ്രമിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ബിസിയാണ് നമ്മുടെ ദേവ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കി നടക്കുക, അതാണ് പണി. അതൊക്കെ നിസ്സാര പണിയാണോ? മായയുടെ ഭർത്താവാണ് ഋഷി. അയാൾക്ക് മായനെ വലിയ ഇഷ്ടാണ്. എന്നടാ ഇത് വസനമേ പുരിയല്ല. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കാതെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്. പക്ഷെ അവളാണെങ്കിൽ ഇയാളെ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ഒന്നും ചെയ്യണില്ല. അതെന്താ അങ്ങനെയെന്ന് വെച്ചാ അതങ്ങനെയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ ഇടയിൽ വെച്ച് ഈ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇതിന്റെ ഇടയിൽ ഋഷി അയാളുടെ ഭാര്യയെ ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വീണ്ടും സമയം കളയാതെ ദേവ് അയാളുടെ ഒലിപ്പിക്കൽ പരിപാടി തുടങ്ങുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പടർന്ന് പന്തലിക്കുകയാണ്. നമ്മുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് ശരിയല്ല, അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ശരിയാകുന്നത് വരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്ന് മായ പറയുകയാണ്. ദേവാണെങ്കിൽ കിട്ടിയ ചാൻസ് ഒക്കെ മുതലാക്കുന്നുണ്ട്. ഇനി ഹസ്ബൻഡിനെ ഹാപ്പി ആക്കേണ്ടത് എങ്ങനെയാണെന്ന് ദേവ് മായയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദേവ് പഠിപ്പിച്ചതൊക്കെ ഋഷിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ റെഡിയായി വരികയാണ് നമ്മുടെ മായ. പക്ഷെ അവിടെ ഋഷിയുടെ അപ്പനും ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് മായയ്ക്ക് അറിയില്ലായിരുന്നു. പാവം. അതിന്റെ ഇടയിൽ നല്ലൊരു റൊമാൻറ്റിക് സോങ്. അതിൽ ഈ ദേവ് വല്ലവന്റെയും ഭാര്യയുടെ ഒപ്പം കറങ്ങാൻ പോണതൊക്കെയാണ് കാണിക്കുന്നത്. സംഭവം ഈ സിനിമയത്തെ കഥ അവിഹിതമാണെങ്കിലും ഇതിലുള്ള പാട്ടുകളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇയാൾ ഇങ്ങനെ മായയുടെ ഒപ്പം ഊര് തെണ്ടി നടക്കുമ്പോ ഇയാളുടെ ഭാര്യ ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്ത് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. റിയയ്ക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ വേണമെങ്കിൽ ലണ്ടനിൽ പോണം. അത് ദേവിന് ഇഷ്ടായില്ല. അയാള് പതിവ് പോലെ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നോട് ചോദിക്കാതെ പോകാൻ പറ്റില്ല, ഞാൻ നിന്റെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അങ്ങോട്ട് ചൂടാവുകയാണ്. സ്വന്തം മകനെ പോലും ഇയാൾ വെറുതെ വിടുന്നില്ല. ദേവ് ഒരുപാട് അങ്ങോട്ട് ഓവറായപ്പോ റിയ തിരിച്ചും ചിലതൊക്കെ പറഞ്ഞു. നശിച്ച നാറി, മാനാഭിമാനം വിറ്റ് ജീവിക്കുന്നവനെ ഞാൻ ഇന്ന് വരെ ആരുടെ അടുത്തുള്ള അങ്ങനെ പോയിട്ടില്ല. അത് ദേവിന് ഇഷ്ടായില്ല. അയാൾ അയാളുടെ മകനെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി. ഇനിയിപ്പോ സുഖമായല്ലോ. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. അതേസമയം മായ അവളുടെ ഭർത്താവുമായി അടിയുണ്ടാക്കി വീട് വിട്ടിറങ്ങി. ഇവരുടെ അവിഹിതം ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ്. അവസാനം എന്താവെന്ന് വെച്ചാ ഇവര് രണ്ടുപേരുടെയും അവിഹിതത്തെ പറ്റി എല്ലാവരും മനസ്സിലാക്കുകയാണ്.
പിന്നെന്താ, രണ്ടിനും വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അവസാനം ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് ഈ പടം മൊത്തം ഇവരെന്നല്ല ഒരുമിച്ച് ജീവിച്ചത്. ഇനിയിപ്പോ ഇത് തീരുമാനിക്കൊക്കെ വേണം. ഇയാളുടെ മകനെ പറ്റിയൊന്നും ഇയാൾ ആലോചിക്കുന്നേ ഇല്ല. ഭർത്താവിന്റെ ജീവിതം ഇവൾക്കും ഒരു വിഷയമല്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ സിനിമ. ഇതിന്റെ ഇടയിൽ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു സംഭവമുണ്ട്. ഈ ദേവിന്റെ അമ്മയും ഋഷിയുടെ അച്ഛനും തമ്മിലുള്ള ഒരു അവിഹിതവും ഇതിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ സിനിമയുടെ സംവിധായകൻ കരൺ ജോഹർ നല്ല രീതിക്ക് അവിഹിതം ഈ പടത്തിൽ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പടം കൾട്ട് ക്ലാസിക് ആണെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും.